ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു മൈ ബുച്ചി ബ്ലോഗ്. അൽഹംദുലില്ലാ, ഞാൻ ഇന്ന് എൻ്റെ ഇക്കാൻ്റെ അടുത്തേക്ക് പോകാം. റാസിൽ കൈമുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ണൂർ എയർപോർട്ടിനുള്ളിൽ കയറുന്നത് തന്നെ. ഫസ്റ്റ് ടൈമിന് വിമാനത്തിൽ കയറുന്നതും എന്താണ് എനിക്കറിയില്ല, കുറച്ച് ടെൻഷനുണ്ട്. പിന്നെ ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. എൻ്റെ വീട് മട്ടന്നൂരാണ് വരുന്നത്. അപ്പോൾ മട്ടന്നൂരിൽ നിന്ന് എയർപോർട്ട് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് പറയുന്നത്. മട്ടന്നൂരിൻ്റെ വീടിൻ്റെ അടുത്താണ്, അരമണിക്കൂറുള്ള ദൂരമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. രാവിലെ 7:05 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് 3:30 മണിക്ക് അവിടെ എത്തിന് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതൊന്ന് 3:30 മണിക്ക് തന്നെ അവിടെ എത്തി. ഫസ്റ്റ് ടൈമിന് ഞാൻ എയർപോർട്ടിന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ കൂടെ എൻ്റെ ഉപ്പ, ഉമ്മ, ഇക്കാക്ക, ഇത്താത്തൻ്റെ മക്കൾ, അമ്മായിമാർ, 2 അമ്മായി, അങ്ങനെ കുറേ ആൾ എന്നെ കൊണ്ടാക്കാൻ വന്നായിരുന്നു. എൻ്റെ ഇക്കാൻ്റെ പിന്നെ ഉമ്മ, പിന്നെ പെങ്ങൾ, അനിയൻ്റെ ഭാര്യ, അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഒന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വേഗം പിന്നെ നമ്മളിപ്പോൾ ഉള്ളിൽ കയറി, എനിക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. വേഗം ബോഡി പാസ് കിട്ടി. അങ്ങനെ ഫ്ലൈറ്റ് 6:40 ഫ്ലൈറ്റ് വന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിലാണിപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എല്ലാ ഇതും ഓരോ വീഡിയോ എടുത്ത്. റാസിൽ കൈമിലേക്ക് ആരും ഉണ്ടായിരുന്നില്ല. അത്ര കുറച്ചാളുണ്ടായിരുന്നു, 40 ആളുണ്ടായിരുന്നു. കുറേ സീറ്റ് കാലിയായിരുന്നു. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് നല്ല എല്ലാം കാണാൻ പറ്റി. ഫ്ലൈറ്റ് പൊന്തുന്നതോ ലാൻഡ് ചെയ്യുന്നതോ അങ്ങനെ ഓരോന്നായി എനിക്ക് കാണാൻ പറ്റി. നിങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞാൻ റാസിൽ കൈമിലെത്തി.